നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ തീ പൂർണ്ണമായി അണഞ്ഞിട്ടില്ല എന്ന് വീണ്ടും വ്യക്തമാക്കുന്ന തരത്തിലാണ് പുതിയ സംഭവ വികാസങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവശിഷ്ടങ്ങൾ ഇപ്പോഴും കനത്ത നിരീക്ഷണത്തിലാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവശിഷ്ടങ്ങൾ ഇപ്പോഴും കനത്ത നിരീക്ഷണത്തിലാണെന്നും അതിലേക്ക് ആരെങ്കിലും എത്താൻ ശ്രമിച്ചാൽ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശം യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ഏറ്റവും വലിയ സൂചനയായി വിലയിരുത്തപ്പെടുകയാണ്. മണ്ണിനടിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം US സ്പേസ് ഫോഴ്സിന്റെ നിരീക്ഷണത്തിലാണെന്നും ആരെങ്കിലും അതിനടുത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അവരെ തകർക്കുമെന്നുമാണ് ഏറ്റവും ഒടുവിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. മാധ്യമപ്രവർത്തക ഷെറിൽ എഡ്കിസനുമായുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ഈ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട ട്രംപ് ഇറാന്റെ 70% തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഇതിനകം തകർത്തു കഴിഞ്ഞതായും ബാക്കിയുള്ളവ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇല്ലാതാക്കുമെന്നും പറഞ്ഞുവെച്ചു. ഭൂഗർഭ ശേഖരങ്ങൾ നിരീക്ഷിക്കാൻ ബഹിരാകാശ സൈന്യത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ പുതിയ സമാധാന കരാറിന്റെ കരട് സമർപ്പിച്ചു.